അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ നാമങ്ങളും ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സിഫാത്തുകൾ, ഗുണവിശേഷണങ്ങളുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ചില പേരുകൾ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമുക്ക് മനസ്സിലാക്കാം. അതിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ ജമീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജമീലുൻ, അവൻ ഭംഗിയുള്ളവനാണ് എന്നതാണ്. ജമീൽ എന്ന ഇസ്മു പേര് അള്ളാഹുവിനുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഭംഗിയുള്ളവൻ എന്നാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാകുന്നു. യുഹിബ്ബുൽ ജമാൽ, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അൽ ജമാൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭംഗി എന്ന് ഭാഷയിൽ പറഞ്ഞാൽ, അൽ ഹസനുൽ കസീറു വൽ ബഹാഉ, അഥവാ ധാരാളം നന്മകൾ കാണാനും അതേപോലെ തന്നെ അകവും പുറവുമൊക്കെ വളരെ നല്ലതായിരിക്കുക, മോശമായ ഒന്നുമില്ലാതിരിക്കുക. അതുകൊണ്ടാണ് വഹു വദിദ്ദുൽ ഖുബഹ്, അഥവാ മോശമായതിനെതിരാണത്. കാഴ്ചയിലാകട്ടെ, അനുഭവിക്കുമ്പോഴാകട്ടെ, മറ്റേത് വിഷയങ്ങളിലാകട്ടെ, മോശത്തരങ്ങളൊന്നുമില്ലാത്തതും ഏറ്റവും നല്ലതായിരിക്കുന്ന അവസ്ഥ, അതിനാണ് ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഭംഗി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ് എന്ന് പറയുമ്പോൾ ഉലമാക്കൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു തആല ജമീലുൻ, അല്ലാഹു അങ്ങേയറ്റം ഭംഗിയുള്ളവനാണ്, ഫീ ദാത്തിഹി, അവൻ്റെ അസ്തിത്വത്തിലും, വഫി അസ്മാഇഹി, അവൻ്റെ നാമങ്ങളിലും, വഫി സിഫാത്തിഹി, അവൻ്റെ ഗുണവിശേഷണങ്ങളിലും, വ അഫ്ആലിഹി, അവൻ്റെ പ്രവർത്തനങ്ങളിലും. അല്ലാഹുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയുള്ളതാണ്, അവൻ്റെ എല്ലാ ഗുണങ്ങളും ഭംഗിയുള്ളതാണ്, അവൻ്റെ എല്ലാ പേരുകളും ഭംഗിയുള്ളതാണ്, അവൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതെല്ലാം ഭംഗിയുള്ളതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഭംഗിയുള്ളവനാകുന്നു. അല്ലാഹുവിൻ്റെ ഈ ഭംഗിയെ മനസ്സിലാക്കാൻ ഉലമാക്കൾ പറഞ്ഞത്, നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, സൃഷ്ടി പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, എന്തെല്ലാം ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൂക്കളെടുത്ത് നോക്കൂ, എത്ര ഭംഗിയുള്ള വ്യത്യസ്ത തരം നിറങ്ങളുള്ള പൂക്കളെ നമുക്ക് കാണാം. പക്ഷികളെ എടുത്തു നോക്കൂ, മൃഗങ്ങളെ എടുത്തു നോക്കൂ, പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളും കാഴ്ചകളും എടുത്തു നോക്കൂ. മനുഷ്യൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന, വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും മനോഹാരിത, അത്രയും ഭംഗി ഈ പ്രപഞ്ചത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ് എന്നതിൻ്റെ അടയാളമാണ്. കാരണം യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവൻ സൃഷ്ടിച്ചതിനെയെല്ലാം അവൻ ഭംഗിയുള്ളതാക്കി. അതുകൊണ്ടാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയുള്ളതാണ് എന്ന് പറയാനുള്ള കാരണം. അള്ളാഹു സൃഷ്ടിച്ചതിനെയെല്ലാം അള്ളാഹു ഭംഗിയുള്ളതാക്കി. അപ്പോൾ എത്രമാത്രം അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിൻ്റെ സിഫാത്തിൽ ആ ഭംഗി എന്നുള്ളത് എത്രമാത്രമുണ്ട് എന്ന് ഈ പ്രപഞ്ച സൃഷ്ടികളെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ നിലക്ക് ഏറ്റവും ഭംഗിയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന് ഒരു ഹിജാബുണ്ട്, അള്ളാഹുവിൻ്റെ മുഖത്തിനൊരു ഹിജാബുണ്ട്. ആ ഹിജാബ് അന്നൂറാണ്, അതൊരു പ്രകാശമാണ്. ലൗ കശഫഹു, ആ പ്രകാശമാകുന്ന ഹിജാബിനെ, മറയെ, ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രകാശം കൊണ്ട് ഒരു മറയുണ്ട്. ലൗ കശഫഹു ല അഹറഖത് സുബ്ഹാത്തു വജ്ഹിഹി, ആ പ്രകാശം കൊണ്ടുള്ള മറ അള്ളാഹു നീക്കിയാൽ അവൻ്റെ മുഖത്തിൻ്റെ പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം, അത് മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, സൃഷ്ടികളിൽ എവിടേക്കൊക്കെയാണോ ആ പ്രകാശം എത്തുന്നത് അതിനെയെല്ലാം അത് കരിച്ചു കളയുന്നതാണ്. അത്രമാത്രം പ്രകാശമുണ്ട് റഹ്മാനായ റബ്ബിന്. അത് എപ്രകാരമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ഹിജാബാകുന്ന പ്രകാശം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിലുള്ള പ്രകാശമല്ല അള്ളാഹുവിൻ്റെ ദാത്തിലുള്ള പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിലുള്ള, അതല്ലെങ്കിൽ ദാത്തിയായ അള്ളാഹുവിൻ്റെ പ്രകാശം, അത് വർണ്ണനകൾക്ക് അതീതമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖത്തിൻ്റെ ആ പ്രകാശം
സൃഷ്ടികളെ മുഴുവൻ കരിച്ചു കളയുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഭംഗി എത്രമാത്രമാണ് എന്നാലോചിച്ച് നോക്കുക. ആ ഭംഗി കാണാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നൽകും വിശ്വാസികൾക്ക് സ്വർഗത്തിലും. ആ സമയത്ത് വിശ്വാസികൾക്ക് കാണാവുന്ന രൂപത്തിൽ റഹ്മാനായ റബ്ബ് ആ കാഴ്ചയെ നമുക്ക് എളുപ്പമാക്കി തരും. നമ്മുടെ കണ്ണുകൾക്ക് പ്രത്യേകമായ കഴിവ് നൽകും. ഇല്ല എങ്കിൽ നമുക്കങ്ങനെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടുള്ള കാരുണ്യത്താൽ അള്ളാഹുവിനെ കാണാനുള്ള ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് സംജാതമാക്കി തരും. അള്ളാഹു നാം ഏവരെയും ആ നിലക്ക് റഹ്മാനായ റബ്ബിനെ കാണാൻ, ആ ഭംഗി കാണാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജമീലുൻ, ഭംഗിയുള്ളവനാണ്. ഇത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ സിഫത്തിൽപ്പെട്ടതാണ് ഭംഗി എന്നുള്ളത്. ഈ ഭംഗി ഉൾക്കൊള്ളാൻ സൃഷ്ടികൾക്ക് കഴിയുന്നത് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഭംഗി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. കൂടുതൽ അള്ളാഹുവിൻ്റെ പേരുകൾ പഠിക്കുക, ആ പേരുകൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലൂടെയും അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കിയാൽ അള്ളാഹുവിൻ്റെ ആ ഭംഗി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ റഹ്മാനായ റബ്ബ് ഭംഗിയുള്ളവനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികൾ ചെയ്യേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബുൽ ജമാൽ, ഭംഗി അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, നമ്മുടേതായ എല്ലാ കാര്യങ്ങളെയും ഭംഗിയുള്ളതാക്കി തീർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സാഹചര്യം പോലും ചില സ്വഹാബികൾ നബിയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ചില ആളുകൾ അവരുടെ വസ്ത്രവും അവരുടെ ചെരുപ്പുമൊക്കെ ഭംഗിയുള്ളതായി തീരാൻ ആഗ്രഹിക്കുന്നു. അത് അഹങ്കാരത്തിൽപ്പെട്ടതാണോ? കാരണം പ്രവാചകൻ പറഞ്ഞു അഹങ്കാരമുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നല്ല വസ്ത്രം ധരിക്കുക, നല്ല ചെരുപ്പ് ധരിക്കുക, ഇതൊക്കെ കിബറിൻ്റെ ഭാഗമാണോ എന്ന് സ്വഹാബത്ത് ചോദിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കുക, നല്ല ചെരുപ്പ് ധരിക്കുക, നമ്മുടെ വീട് നമ്മൾ ഭംഗിയുള്ളതാക്കുക, നമ്മുടെ വാഹനം ഭംഗിയുള്ളതാക്കുക, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവങ്ങൾ അതൊക്കെ ഭംഗിയുള്ളതാക്കി തീർക്കുക. ഏതൊരു കാര്യം ചെയ്താലും അത് വൃത്തിയായി ചെയ്യുക, ഭംഗിയായി ചെയ്യുക, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ചില റിവായത്തിൽ കാണാം, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ വ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഒരു അടിമക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ കാണുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റം, അതാണ് വസ്ത്രത്തെക്കാളും ചെരുപ്പിനേക്കാളും ഒക്കെ നമ്മൾ ഭംഗിയാക്കി തീർക്കേണ്ടത് നമ്മുടെ പെരുമാറ്റമാണ്. അത് ഈമാനിനെ പൂർത്തീകരിക്കുന്നതാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണ്? ഫസബറുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ക്ഷമയാകട്ടെ, സഹനമാകട്ടെ, സഹാനുഭൂതിയാകട്ടെ, കാരുണ്യമാകട്ടെ, മറ്റേതു സ്വഭാവങ്ങളാകട്ടെ, അതിലൊക്കെ ഒരു ഭംഗിയുണ്ടാവട്ടെ, പെരുമാറ്റം നല്ലതായി തീരട്ടെ, വസ്ത്രം നല്ലതായി തീരട്ടെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടുന്നു. അതൊരിക്കലും അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാവരുത്, മറ്റുള്ളവരെ തരം താഴ്ത്തുക എന്ന ഉദ്ദേശത്തിലുമാവരുത്, റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ എന്ന അർത്ഥത്തിൽ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഭംഗിയുള്ളതാക്കി തീർക്കുക. അപ്രകാരം അള്ളാഹുവിൻ്റെ അൽ ജമീൽ അല്ലെങ്കിൽ അള്ളാഹു ജമീലാണ് എന്ന ഇസ്മു പഠിക്കുന്നതിലൂടെ ഈ ഗുണഗണങ്ങളൊക്കെ നമ്മിലുണ്ടായിത്തീരണം. റഹ്മാനായ റബ്ബിൻ്റെ ഭംഗിയെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണം. ഇതാണ് ആ പേരുമായി ബന്ധപ്പെട്ട് നമുക്ക് ചുരുക്കി പറയാനുള്ളത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു ഇസ്മാണ് അൽ അഫൂവ്. അൽ അഫൂവ് എന്ന് പറഞ്ഞാൽ ധാരാളമായി മാപ്പ് നൽകുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അൽ അഫൂവ് എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അള്ളാഹു അഫൂവാണ് എന്നുള്ള ആ ഒരു പേര്. അഫൂ എന്ന് പറഞ്ഞാൽ അത്തജാവുസു അനി ദുനൂബ്, പാപങ്ങളെ പുറത്തു കൊടുക്കുക, മാപ്പാക്കി കൊടുക്കുക, വിട്ടുകൊടുക്കുക. വതർക്കുൽ ഇഖാബി അലൈ, അതിൻ്റെ പേരിൽ ശിക്ഷിക്കാതിരിക്കുക. അപ്പോൾ തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് അത് പുറത്ത് മാപ്പാക്കി കൊടുക്കുകയും അവരെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് അഫൂ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫൂവാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു പാപങ്ങൾ, സൃഷ്ടികളുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും അവരെ ശിക്ഷിക്കാതെ അവർ പാപമോചനം തേടിയാൽ പോലും അതൊരു സൽക്കർമ്മമായി പരിഗണിച്ച് അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ പേര് നമുക്ക് കാണാം. ഉദാഹരണത്തിന് സൂറത്തു നിസായിലെ 43 കാണാം, ഇന്നല്ലാഹ കാന അഫുവൻ ഗഫൂറ. അള്ളാഹു സുബ്ഹാനഹു വ തആല അഫുവുൻ, അതേപോലെ തന്നെ ഗഫൂറുമാണ്, ധാരാളമായി വിട്ടുവീഴ്ച നൽകുന്നവനും ധാരാളമായി പാപങ്ങൾ പൊറുക്കുന്നവനുമാകുന്നു.
അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയിൽ കാണാം, അല്ലാഹുവേ ഇന്നക അഫുവ്വുൻ, നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് നൽകണമേ. അപ്പോൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഇസ്മുകളിലൊന്നാണ് അഫുവ്. ആ നാമത്തിലാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷയും. കാരണം റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ വേറെ ആര് നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഇസ്മിനെ വിശ്വാസികൾ അങ്ങേയറ്റം പഠിച്ച് മനസ്സിലാക്കുകയും ഈ ഇസ്മിനെ സ്നേഹിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ അഫു എന്ന വാക്കിന് മറ്റൊരർത്ഥമുണ്ട്, ധാരാളം എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ട്, അഥവാ ആവശ്യത്തിൽ കവിഞ്ഞത്. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കാണാം, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചിലവഴിക്കേണ്ടത് എന്നവർ ചോദിക്കുന്നു. ഖുലിൽ അഫു, പറയുക മിച്ചം വന്നത് അഥവാ അധികമുള്ളത്, അതിൽ നിന്നാണ് ചിലവഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു വിഷയത്തിൽ ഇളവ് ലഭിക്കുക, എളുപ്പം ലഭിക്കുക എന്ന അർത്ഥത്തിലും അഫു എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഫുവാണ് എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിലൊന്ന് ധാരാളമായി മാപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് പറയുന്നത് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എന്നാണ്. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കാൻ തയ്യാറാണ്. നമുക്കറിയാം, പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കൽ. എന്നാൽ ഒരാൾ തൗബ ചെയ്ത് ആ ഷിർക്കിൽ നിന്ന് മോചിതനായി പിന്നീട് തൗഹീദ് അനുസരിച്ച് ജീവിച്ചാൽ അയാളുടെ മുൻ കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ കുഫറും ഷിർക്കും അടക്കമുള്ള പാപങ്ങൾ പശ്ചാത്തപിച്ചാൽ പുറത്തു നൽകുന്ന, പാപങ്ങളഖിലവും പൊറുക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ പാപങ്ങളെ കർമ്മരേഖകളിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയും. മനുഷ്യരുടെ തെറ്റുകളൊക്കെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവർ അറിയാതെ, മഹ്ശറിൽ മറ്റുള്ളവരെ കാണിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മരേഖകളിൽ നിന്ന് ഈ പാപങ്ങളൊക്കെ അള്ളാഹു മായ്ച്ചു കളയും. അത് പിന്നീട് അവിടെ ഉണ്ടാവുകയില്ല. ആ ഒരർത്ഥവും അഫുവ് എന്നതിനുണ്ട്. അതേപോലെ തന്നെ അതിന് പുറമെ ധാരാളം നന്മകൾ നൽകുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ മാപ്പിരന്നാൽ പോലും അതൊരു പുണ്യകർമ്മമാണ്. അയാൾ തെറ്റ് ചെയ്തു, ആ തെറ്റിനാണ് അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി തൗബ ചെയ്യുന്നത്, മാപ്പിനെ തേടുന്നത്. പക്ഷേ അതുപോലും ഇബാദത്താണ്, അതുപോലും സൽക്കർമ്മമാണ്. ആ മഗ്ഫിറത്തിനെ തേടി എന്ന കാരണം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഖൈറുകളും സ്വർഗവും നൽകുന്നതാണ്. അതാണ് അഫുവ് എന്ന ഇസ്മിൻ്റെ മറ്റൊരു ആശയം. അതേപോലെ തന്നെ അടിമകൾക്ക് നാം പറഞ്ഞു എളുപ്പമുണ്ടാക്കുക എന്നൊരർത്ഥം അതിനുണ്ട്. അടിമകൾക്ക് എളുപ്പമുള്ള ആരാധനകൾ നൽകുക. മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ ആരാധനാക്രമങ്ങളും സൃഷ്ടികൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. തോറ്റുപോകുന്നതായ പ്രവർത്തനങ്ങളൊന്നും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല ഈ മതത്തിൽ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനാണ്. പാപികളായിരിക്കെ തന്നെ നന്മകൾക്ക് പ്രതിഫലം നൽകും. ഒരാൾ തെറ്റ് ചെയ്താൽ പോലും അയാളുടെ മറ്റു നന്മകൾ പരിഗണിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളെ മായ്ച്ച് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ നന്മയും തിന്മയും കൂടിയാണ് തൂക്കി നോക്കുന്നത്. തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് അയാളുടെ നന്മകൾ അല്ലാഹു പരിഗണിക്കാതിരിക്കുകയില്ല, ഷിർക്കൊഴികെ. ഷിർക്ക് ചെയ്താൽ എല്ലാ നന്മകളും നിഷ്ഫലമായി പോകും. എന്നാൽ അതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അല്ലാഹു നന്മകളെ കൂടി പരിഗണിക്കും. തെറ്റ് ചെയ്യുന്ന ആളുകളുടെയും നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഥവാ ഒരു തെറ്റ് സംഭവിച്ചാൽ തന്നെ ഫഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ ഒരു നന്മ ചെയ്യുക, ആ നന്മ ആ തിന്മയെ മായ്ച്ചു കളയുന്നതാണ് എന്നാണ്. അതേപോലെ തന്നെ ചില പ്രത്യേക നന്മകൾ കാരണത്താൽ മറ്റു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുക. ഉദാഹരണത്തിന്, വളരെയധികം തെറ്റുകൾ ചെയ്ത് ജീവിച്ചൊരു വ്യക്തി, നന്മകളൊന്നും അധികമില്ല, പക്ഷേ ദാഹിച്ച് വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ അയാളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു. നോക്കൂ, ചെറിയൊരു പ്രവൃത്തിയാണ്, പക്ഷേ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയുടെ മറ്റു പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു. അതേപോലെ തന്നെ ഒരു വ്യക്തി ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വഴിക്ക് തടസ്സമായി കൊണ്ട് ഒരു വൃക്ഷത്തിൻ്റെ ശാഖ ഒരു മരത്തിൽ നിന്ന് ചാഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ആ ഭാഗം അദ്ദേഹം വെട്ടിമാറ്റി ജനങ്ങൾക്ക് നടക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. ആ ഒരു പ്രവൃത്തി കാരണത്താൽ ആ വ്യക്തിയുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ചെറിയ നന്മകൾ പോലും പരിഗണിച്ച് എല്ലാ പാപങ്ങളും പുറത്ത് നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അൽ അഫുവ്, മാപ്പ് നൽകുന്നവൻ എന്ന പേര് നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയും ധാരാളമായി നന്മകൾ ചെയ്യുകയും
തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും അഥവാ തെറ്റുകൾ സംഭവിച്ചാൽ തന്നെ അള്ളാഹുവിനോട് നമ്മൾ മാപ്പിരക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണ് അള്ളാഹു മാപ്പ് നൽകുക എന്ന് പറയുമ്പോൾ അതിന് രണ്ടവസ്ഥകളുണ്ട്. ഒന്ന്, പൊതുവായി സൃഷ്ടികൾക്കഖിലവും മാപ്പ് നൽകുന്നു. മറ്റൊന്ന്, വിശ്വാസികൾക്ക് മാത്രം മാപ്പ് നൽകുന്നു. സൃഷ്ടികൾക്കഖിലവും മാപ്പ് നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദുനിയാവിൽ നമുക്കറിയാം അവിശ്വാസികളായ ആളുകൾ, അതേപോലെ തന്നെ വിശ്വാസികളിൽ തന്നെ ധാരാളം തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉടനെ പിടികൂടുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താലാണ്, പക്ഷേ വയഅഫു അൻ കസീർ, ധാരാളം കാര്യങ്ങളിൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകുകയാണ്. കാരണം മനുഷ്യർ ചെയ്യുന്ന പല തിന്മകളും ഉടനെ തന്നെ അള്ളാഹു ശിക്ഷിക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് സൃഷ്ടികളൊന്നും അവശേഷിക്കുകയില്ല. ഇക്കാര്യം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയുന്നത്, വലൗ യുആഖിറുല്ലാഹു അന്നാസ ബിമാ കസബു മാ തറക അലാ ലഹ്രിഹാ മിൻ ദാബത്തിൻ, മനുഷ്യർ പ്രവർത്തിക്കുന്നതനുസരിച്ച് അള്ളാഹു അവരെ പിടികൂടുകയായിരുന്നെങ്കിൽ ഭൂമുഖത്ത് ഒരു ജീവിയും അവശേഷിക്കുമായിരുന്നില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, മറിച്ച് അള്ളാഹു ഒരു നിർണിത അവധി വരെ നിങ്ങൾക്ക് അവധി നീട്ടിത്തരികയാണ്. മനുഷ്യർ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ, പക്ഷേ അതൊക്കെ അള്ളാഹു അധികവും മാപ്പ് നൽകുകയാണ്, പിടികൂടുന്നില്ല. തൗബക്ക് അവസരം നൽകുകയാണ്, ആയുസ് നീട്ടിത്തരികയാണ് നന്നാവാൻ വേണ്ടി. ഉടനെ അള്ളാഹു പിടികൂടിയിരുന്നെങ്കിൽ സൃഷ്ടികളൊന്നും ഭൂമിയിൽ അവശേഷിക്കുമായിരുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ പല പ്രവൃത്തികൾ കാരണത്താൽ ശരിക്കും നമുക്ക് നഷ്ടമോ അല്ലെങ്കിൽ നാശമോ ഉണ്ടാവേണ്ടതാണ്. പലരും ഹറാമായ പല ഭക്ഷണങ്ങളും കഴിക്കുന്നു, മോശമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. പക്ഷേ പലർക്കും അള്ളാഹു ദീർഘായുസ് നൽകുകയാണ്. ചില ആളുകൾ ചില ഭക്ഷണം കഴിച്ചാൽ ഉടനെ മരിച്ചു പോകുന്നത് കാണാം. എന്നാൽ അതേ ഭക്ഷണം കഴിക്കുന്ന അതേ ആളുകളിൽ പലരും അവർക്ക് ദീർഘായുസ് ലഭിക്കുന്നത് കാണാം. മദ്യപാനികളായ ആളുകൾ പലരും ദീർഘായുസ്സുള്ള ആളുകളായി നമുക്ക് കാണാം. അതൊക്കെ എന്തുകൊണ്ടാണ്? മദ്യപാനം ദൂഷ്യമില്ലാത്തത് കൊണ്ടല്ല. റഹ്മാനായ റബ്ബ് ചിലരെ അഴിച്ചു വിട്ടുകൊടുക്കുകയാണ്, അല്ലെങ്കിൽ മാപ്പ് നൽകി അവർക്ക് ആയുസ് നൽകുകയാണ് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി. അപ്പോൾ റഹ്മാനായ റബ്ബ് സൃഷ്ടികൾക്ക് പൊതുവെ വിട്ടുവീഴ്ച നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. അതിൽ വിശ്വാസികളും അവിശ്വാസികളുമെല്ലാം ഉൾപ്പെടും. അതേ സന്ദർഭത്തിൽ പരലോകത്ത് അള്ളാഹു മാപ്പ് നൽകുന്നത് വിശ്വാസികൾക്ക് മാത്രമാണ്, അവിശ്വാസികൾക്ക് മാപ്പില്ല. കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, പ്രവാചകന്മാരിൽ വിശ്വസിച്ചില്ല, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചില്ല, സ്വർഗനരകങ്ങളിൽ വിശ്വസിച്ചില്ല. എന്നാൽ ഇതിലൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് അവരുടെ തെറ്റുകൾക്ക് അള്ളാഹു മാപ്പ് നൽകുന്നതാണ്. ഇനി അവരുടെ തിന്മകൾ കാരണത്താൽ അവരെ ശിക്ഷിച്ചാൽ പോലും പിന്നീട് നരകത്തിൽ വെച്ച് അവർക്ക് മാപ്പ് നൽകി അവരുടെ ഈമാൻ തൗഹീദ് പരിഗണിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. എന്നാൽ ശിർക്ക് ചെയ്ത് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് മാപ്പില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും മാപ്പാക്കുകയില്ല തൗബ ചെയ്തെങ്കിലല്ലാതെ. അതുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ട് അവിശ്വാസികളായിക്കൊണ്ട് മരണപ്പെട്ടാൽ അവർക്ക് മാപ്പില്ല. അല്ലാത്തവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുന്നതാണ്. ചിലർക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ, മറ്റു ചിലർക്ക് ഖബറിൽ വെച്ച്, വേറെ ചില ആളുകൾക്ക് മഹ്ശറിൽ വെച്ച്, മറ്റു ചില ആളുകളെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അവർക്ക് മാപ്പ് നൽകി അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ അഫുവ് എന്ന ഇസ്മ നമ്മൾ പഠിക്കണം. മാത്രമല്ല അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നുണ്ടാവേണ്ടുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് സൃഷ്ടികൾക്ക് ധാരാളമായി മാപ്പ് നൽകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? വലിയഅഫു വലിയസ്ഫഹു, എങ്കിൽ നിങ്ങൾ മാപ്പ് നൽകണം, വിട്ടുവീഴ്ച കാണിക്കണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൃഷ്ടികൾക്ക് നിങ്ങൾ മാപ്പ് നൽകണം, അവർക്ക് പുറത്തു കൊടുക്കണം. അതേപോലെ തന്നെ സൂറത്തു ആൽ ഇമ്രാനിൽ കാണാം, വൽ കാളിമീനൽ ഗൈള, വിശ്വാസികൾ കോപം അടക്കി വെക്കും, വല ആഫീൻ അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവർക്ക് അവർ നമ്മളോട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് മാപ്പാക്കി കൊടുത്താൽ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു നമുക്കും പുറത്തു തരുന്നതാണ്. അപ്പോൾ ഈ ഇസ്മ പഠിക്കുന്നതിലൂടെ നാം ഈ ഒരു ഗുണം ഉള്ള ആളുകളായി നാം മാറുകയും വേണം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ കാണാം അള്ളാഹു അഫുവാണ്, അതേ സന്ദർഭത്തിൽ ഖദീറാണ്. അഫുവുൻ ഖദീർ, എന്തിനാണ് അങ്ങനെ പറയാനുള്ള കാരണം? അള്ളാഹു മാപ്പ് നൽകുന്നത് അവൻ്റെ കഴിവുകേട് കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ്. പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകളെ അള്ളാഹു ശിക്ഷിച്ചാലും റഹ്മാനായ റബ്ബിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെയെല്ലാം കഴിവുള്ളവനായിട്ട് പോലും ദുർബലരായ അവൻ്റെ സൃഷ്ടികൾക്ക് അവൻ മാപ്പ് നൽകുന്നത് അവൻ്റെ കാരുണ്യം കൊണ്ടാണ്, അവൻ്റെ പ്രതാപം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന അർത്ഥത്തിലും പരിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ കാണാം. അപ്പോൾ ആ നിലക്ക് അള്ളാഹുവിൻ്റെ അഫുവ് എന്ന ഇസ്മ കൂടി നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക.
ഈ 2 നാമങ്ങളും, നമ്മൾ ഇന്ന് പഠിച്ച 2 നാമങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന പേരുകളാണ്. അതിൻ്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.